ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഐഡിയ ആണ് പഠിക്കാൻ പോണത്. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഡെഫിനേഷൻ കാണാം. An inner product on a real vector space capital V is a function that associates a real number denoted by inner product of u comma v with each pair of vectors in V such that the following axioms are satisfied for all vectors u, v and w in capital V and all scalars k. അപ്പോൾ നമ്മളുടെ ആക്സിയംസ് പറയുന്നത് ആദ്യത്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു, അത് നമ്മൾ സിമെട്രി ആക്സിയം എന്ന് പറയും. രണ്ടാമത്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു പ്ലസ് വി കോമ ഡബ്ല്യു ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ഡബ്ല്യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഡബ്ല്യു. അതായത് ഇന്നർ പ്രൊഡക്റ്റിന്റെ ആദ്യം എഴുതണതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് കെ യു കോമ വി ഈക്വൽ ടു കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി. അതായത് നമുക്കൊരു സ്കേലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വെക്ടർ ചെയ്തെങ്കിൽ ആ സ്കേലാറിനെ പുറത്തേക്ക് എടുക്കാം. അതിന് നമ്മൾ ഹോമോജിനിറ്റി ആക്സിയം എന്ന് പറയും. ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സിയം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി കോമ വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് inner product of v comma v equal to 0 if and only if v equal to 0. പോസിറ്റിവിറ്റി ആക്സിയം പറയണത് നമ്മളൊരു വെക്ടർ എടുത്തു, അതും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കണം. പിന്നെ അത് 0 ആവാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ആ വെക്ടർ 0 ആണെങ്കിൽ മാത്രമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആക്സിയമാണ്. നമുക്കിത് ചുരുക്കിയിട്ട് പറയാം. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വി ക്രോസ് വി ടു ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് വിച്ച് സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് 4 ആക്സിയംസ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കിയിട്ട് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വെക്ടർ സ്പേസ് ആയിട്ട് Rn എടുക്കാം. അപ്പോൾ ഓരോ വെക്ടേഴ്സ് യുവിന്റെ ഫോം വരിക u1 u2 എക്സെട്ര un. അതേപോലെ തന്നെ വിയുടെ വരിക v1 v2 എക്സെട്ര vn. ഇനി നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യാണ്, ഈക്വൽ ടു യു ഡോട്ട് വി, നമുക്ക് അറിയാവുന്ന ഡോട്ട് പ്രൊഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയാം. യു ഡോട്ട് വി എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോ യു ഡോട്ട് വി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് പൊസിഷൻസിലുള്ളത് ഗുണിക്കുക, ബാക്കിയെല്ലാം ആഡ് ചെയ്യുക. u1 v1 പ്ലസ് u2 v2 പ്ലസ് എക്സെട്ര un vn. ഇനി നമുക്ക് ഇത് ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കി നോക്കാം. അപ്പൊ ആദ്യത്തത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി എന്ന് പറയുന്നത് നമുക്ക് u1 v1 പ്ലസ് u2 v2 പ്ലസ് എക്സെട്ര പ്ലസ് un vn എഴുതാം. ഇതിന് നമുക്ക് റിയൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ സിമെട്രിക് ആണ്. അതായത് u1 v1 എന്ന് എഴുതുന്നതും v1 u1 എന്ന് എഴുതുന്നതും സെയിം ആണ്. അപ്പോൾ v1 u1 പ്ലസ് v2 u2 പ്ലസ് എക്സെട്ര പ്ലസ് vn un. ദിസ് ഇസ് ഈക്വൽ ടു v ഡോട്ട് u ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് vu. അപ്പോൾ ആദ്യത്തെ ആക്സിയം സാറ്റിസ്ഫൈ ആയി. ഇനി രണ്ടാമത്തത്, അതിന് നമ്മളൊരു ഡബ്ല്യൂയും കൂടി എടുക്കുകയാണ്. w ഈക്വൽ ടു w1 w2 എക്സെട്ര wn. അപ്പോൾ u പ്ലസ് വി ഡബ്ല്യു
equal to u plus v dot w. This is equal to u1 plus v1 into w1, comma u2 plus v2 into w2, comma etc. un plus vn into wn. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം ഈക്വൽ ടു u1 w1 equal to u1 w1 plus u2 w2 plus etc. plus un wn plus v1 w1 plus v2 w2 plus etc. plus vn wn. ആദ്യത്തെ എന്ന് പറയുന്നത് u ഡോട്ട് വി ഡബ്ല്യു ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് v ഡോട്ട് w ആണ്. So this is equal to inner product of uw plus inner product of vw. അപ്പൊ രണ്ടാമത്തെയും സാറ്റിസ്ഫൈ ആയി. ഇനി മൂന്നാമത്തെ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ k എന്ന് പറഞ്ഞൊരു സ്കെയിലാർ എടുക്കുന്നു. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ku, v. This is equal to ku dot v, which is equal to ku1 v1 plus ku2 v2 plus etc. plus kun vn. എല്ലാത്തിലും k കോമൺ ആണല്ലോ, അപ്പൊ നമുക്ക് k പുറത്തേക്ക് എടുക്കാം. k ഇൻറ്റു u1 v1 plus u2 v2 plus etc. plus un vn. This is equal to k ഇൻറ്റു ഇതെന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് uv ആണ്. അപ്പോൾ മൂന്നാമത്തെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ലാസ്റ്റ് പോസിറ്റിവിറ്റി ആക്സിയം നോക്കുക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സെയിം വെക്ടേഴ്സ് ഈക്വൽ ടു u1 u1 plus u2 u2 plus etc. plus un un. This is equal to u1 square plus u2 square plus etc. plus un square. നമുക്കറിയാം ഓരോ സ്ക്വയർ ടേംസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പോസിറ്റിവിറ്റി ആക്സിയത്തിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഭാഗം കൂടി നമുക്ക് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് u, u equal to 0. This implies u1 square plus u2 square plus etc. plus un square equal to 0. ഇനി വീണ്ടും സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമുക്ക് ഒരു സമ്മ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഒരു സമ്മ് ഈക്വൽ ടു 0 കിട്ടണം. പിന്നെ സ്ക്വയേഴ്സിന്റെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ 0. അപ്പോ അത് രണ്ടും കൂടി നടക്കാനുള്ള ആകെ പോസിബിലിറ്റീസ് u1 ഈക്വൽ ടു u2 ഈക്വൽ ടു എക്സെട്ര un ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് u എന്ന വെക്ടർ എന്ന് പറയുന്നത് 0 ആവണം. അപ്പൊ therefore നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ, വി എന്ന് പറയുന്നത് ഒരു റിയൽ ഇന്നർ പ്രൊഡക്റ്റ്, then the norm or length of a vector small v in V denoted by
norm V and is defined by norm V equal to square root of inner product V, V. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് നോം ഓഫ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി, വി. ഇനി അടുത്ത ഡെഫിനേഷൻ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് u, v is denoted by d of uv and is defined by d of uv equal to norm of u minus v equal to square root of inner product u minus v, u minus v. അടുത്തൊരു റിമാർക്ക്, a vector of norm 1 is called a unit vector. നമ്മളുടെ വെക്ടറിന്റെ നോം 1 ആണെങ്കിൽ അങ്ങനത്തെ വെക്ടേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അടുത്തൊരു തിയറം, if u and v are vectors in a real inner product space, v, and if small k is any scalar, then norm of v greater than or equal to 0 with equality if and only if v equal to 0. രണ്ടാമത്തെ, norm of k v equal to modulus k into norm v. മൂന്നാമത്തെ, distance of uv equal to distance of vu. നാലാമത്തെ, distance of uv greater than or equal to 0 with equality if and only if vector u equal to vector v. എളുപ്പമുള്ള പ്രൂഫാണ്. നമുക്ക് തന്നിട്ടുണ്ട് v എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിന്റെ ആ 4 ആക്സിയംസും v, ക്യാപിറ്റൽ വിക്ക് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി യുവും വിയും നമ്മൾ ക്യാപിറ്റൽ വി എലമെന്റ്സ് ആയിട്ടാണ് എടുക്കുന്നത്. കെ എന്ന് പറയുന്ന സ്കെയിലാർ. ഇനി നോം ഓഫ് വി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി, വി. നമുക്കറിയാം വി ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവുമ്പോൾ വെക്ടർ വി വിയിലത്തെ ആവുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി, വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൾവേസ്. അപ്പോൾ റൂട്ട് എടുത്താലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇക്വാലിറ്റി വരണമെങ്കിൽ, അതായത്
norm v equal to 0, which implies root of inner product vv equal to 0 if and only if inner product vv equal to 0 if and only if by definition നമുക്ക് പറയാം v equal to 0. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം കിട്ടി. Norm of v is always greater than or equal to 0 and norm of v equal to 0 if and only if v equal to 0. ഇനി രണ്ടാമത്തെ norm of kv equal to by definition root of kv kv inner product. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനിൽ ആദ്യം വരുന്ന കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോ കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വി കോമ കെ വി. ഇനി ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം സിമെട്രിക് ആക്സിയം വെച്ചിട്ട്. റൂട്ട് ഓഫ് കെ ഇൻറ്റു കെ വി കോമ വി. ഇവിടെ വീണ്ടും ആദ്യം വരുന്ന സ്കെയിലാറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. This is equal to root of k square into inner product v comma v. അപ്പോ ഇത് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന ഫോമിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് വി വി എന്ന് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് എഴുതാം. അപ്പോ റൂട്ട് ഓഫ് കെ സ്ക്വയർ വരുമ്പോ നമ്മൾ പോസിറ്റീവ് റൂട്ടാണ് എടുക്കണം. അപ്പോ മോഡുലസ് ഓഫ് കെ ഇൻറ്റു റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്ന് പറയുന്നതാണ് നമ്മുടെ നോം വി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വാക്കും കിട്ടി. ഇനി മൂന്നാമത്തെ ഡിസ്റ്റൻസ് ഓഫ് യു വി. ദിസ് ഇസ് ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് വി, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ നോം ഓഫ് -1 ഇൻറ്റു വി മൈനസ് യു ഇങ്ങനെ എഴുതാം. ജസ്റ്റ് ഒരു നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1 ഇൻറ്റു നോം വി മൈനസ് യു. നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടി പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു നോം ഓഫ് വി മൈനസ് യു. നോം ഓഫ് വി മൈനസ് യുവിന്റെ ഡെഫിനിഷൻ ആണ് ഡി ഓഫ് വി യു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഭാഗം കിട്ടി. ഇനി ലാസ്റ്റ് ഡി ഓഫ് യു വി എന്ന് പറയുന്നത് നോം ഓഫ് യു മൈനസ് വി ആണ്. ബൈ പോസിറ്റിവിറ്റി ആക്സിയം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഈ നോം എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോയിന്റ് നോം ഓഫ് വി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. ഇനി ഡിസ്റ്റൻസ് ഓഫ് യു വി ഈക്വൽ ടു 0 if and only if norm u minus v equal to 0. അപ്പോ നമ്മൾ ആദ്യം ഈ തിയറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോം വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നോം വി ഈക്വൽ ടു 0 if and only if v ഈക്വൽ ടു 0. അപ്പോ if and only if u minus v equal to 0 if and only if u equal to v. അപ്പോൾ നമ്മൾ 4 പോയിന്റ്സും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹെൻസ് ദ പ്രൂഫ്. അടുത്തത് നമ്മൾ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് പറയാ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ: ടു വെക്ടേഴ്സ് u and v in an inner product space capital V
is called orthogonal if inner product uv equal to 0. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് യുവും വിയും ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലത്തെ അവയെ ഓർത്തോഗണൽ എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ദാറ്റ് ദി വെക്ടേഴ്സ് u equal to -4, 6, 1, 1 and v equal to 2, 1, -7, 9 are orthogonal with respect to Euclidean inner product. അപ്പൊ യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു 0 ആണെന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു വി ഈക്വൽ ടു dot product of uv which is equal to -4 into 2 plus 6 into 1 plus 1 into -7 plus 1 into 9. So -8 plus 6 -7 plus 9. -8 minus 7 equal to -15. 6 plus 9 equal to 15. This is equal to 0. So inner product uv equal to 0. This implies vectors u v are orthogonal. ഇപ്പൊ നമ്മള് രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞു. ഇനി ഒരു സെറ്റ് എപ്പോഴാണ് ഓർത്തോഗണൽ എന്ന് നമ്മൾ പറയാൻ നോക്കാം. ഡെഫിനിഷൻ: a set of two or more vectors in a real inner product space is said to be orthogonal if all pairs of distinct നമ്മുടെ സെറ്റിൽ രണ്ടോ അതിൽ കൂടുതലോ വെക്ടേഴ്സ് ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അങ്ങനത്തെ സെറ്റിന് നമ്മൾ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയും. ഇനി അടുത്ത ഡെഫിനേഷൻ ഓർത്തോ നോർമലിന്റെ ആണ്. ആൻഡ് orthogonal set in which each vector has norm 1 is said to be orthonormal. ഓർത്തോഗണൽ സെറ്റ് ആവണം, നോമ് 1 ആണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ഓർത്തോനോർമൽ എന്ന് പറയും. അടുത്തത് ഒരു വെക്ടറിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം. ഹൗ ടു നോർമലൈസ് എ വെക്ടർ വി. സപ്പോസ് നമ്മളുടെ വി എന്ന വെക്ടറിന്റെ നോമ് 1 അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് വെക്ടർ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ആ യൂണിറ്റ് വെക്ടറിനെ യു എന്ന് വിളിക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ വി ഡിവൈഡഡ് ബൈ നോം വി. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക ആ യൂണിറ്റ് വെക്ടറിനെ.
ഇത് യൂണിറ്റ് വെക്ടർ തന്നെയല്ലേ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അപ്പോ norm of vector u equal to norm of v by I norm v. norm v കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു 1 by norm v into norm v ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത യുവിന്റെ നോം 1 ആണ്, അതായത് യു എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. Question: show that the set of vectors v1, v2, v3 were v1 equal to 0, 1, 0, v2 equal to 1, 0, 1 and v3 equal to 1, 0, minus 1 is an orthogonal set in R3 with Euclidean inner product. Also, find an orthonormal set in R3 by normalizing the above set. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് v1, v2, v3 ഓർത്തോഗണൽ ആണെന്ന് നമുക്ക് കാണിക്കണം. എന്നിട്ട് നോർമലൈസിങ്ങിന്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഓർത്തോ നോർമൽ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതായത് ഓർത്തോഗണലും ഓരോന്നിന്റെ നോമ് 1 ആയിട്ടുള്ള ഒരു സെറ്റ്. അപ്പൊ നമുക്ക് ആദ്യം v1, v2, v3 എന്ന സെറ്റ് ഓർത്തോഗണൽ എന്നാണ് കാണിക്കാം. അപ്പോ v1, v2, v3 എന്ന സെറ്റ് ഓർത്തോഗണൽ എന്ന് കാണിക്കാൻ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഇന്നർ പ്രോഡക്റ്റ് 0 എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് v1, v2 0 എന്ന് കാണിക്കണം, v1, v3 0 എന്ന് കാണിക്കണം ആൻഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് v2, v3 0 എന്ന് കാണിക്കണം. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് v1, v2 നമുക്ക് യൂക്ലിഡിയൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോ v1 ഡോട്ട് v2 equal to 0 into 1 plus 1 into 0 plus 0 into 1 equal to 0. ഇനി അടുത്തത് v1, v3 equal to 0 into 1 plus 1 into 0 plus 0 into minus 1 equal to 0. ഇനി v2, v3 യുടെ ഇന്നർ പ്രോഡക്റ്റ് equal to 1 into 1 plus 0 into 0 plus 1 into minus 1 which is equal to 1 minus 1 equal to 0. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് ഇത് 0 ആണ്. This implies set v1, v2, v3 is orthogonal. അപ്പൊ നമുക്ക് ഓർത്തോഗണൽ സെറ്റ് ആണ് നമ്മൾ കാണിച്ചു. ഇനി ഒരു ഓർത്തോ നോർമൽ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നോം എത്രയാണെന്ന് നോക്കി നോക്കാം. v1, v2, v3 നോം ആദ്യം കണ്ടു നോക്കി നോക്കാം. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് v1, v1. This is equal to square root of 0 square plus 1 square plus 0 square equal to root of 1 equal to 1. അപ്പോൾ v1 ന്റെ നോം 1 ആണ്.
അടുത്ത് നമുക്ക് v2ന്റെ നോം കണ്ടുവെക്കാം. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 നോട്ട് ഈക്വൽ ടു 1. അപ്പൊ ഇതിനെ നമുക്ക് നോം 1 ആക്കി എടുക്കണം. ഇനി v3യുടെ നോം ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഈക്വൽ ടു √2 നോട്ട് ഈക്വൽ ടു 1. ഇനി നമ്മൾ v1 v2 v3നെ നോർമലൈസ് ചെയ്യാണ്. നോർമലൈസിങ് u1 എന്ന വെക്ടറിനെ ഞാൻ v1 ഡിവൈഡഡ് ബൈ നോം v1 ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. So this is equal to v1 by 1 equal to v1 itself. ഇനി അടുത്തത് u2 എന്ന വെക്ടറിനെ v2 ഡിവൈഡഡ് ബൈ നോം v2. This is equal to 101 divided by √2 which is equal to 1 by √2 comma 0 comma 1 by √2. This is equal to 010. ഇനി v3നെ നോർമലൈസ് ചെയ്യാം. അതിനെ ഞാൻ u3 എന്ന് വിളിക്കുകയാണ്. ഈക്വൽ ടു v3 ബൈ നോം v3 ഈക്വൽ ടു 10 minus 1 divided by √2 equal to 1 by √2 0 minus 1 by √2. അപ്പോൾ therefore set u1 comma u2 comma u3 is an orthonormal set in R3. അടുത്തൊരു തിയറം if S equal to set v1 v2 etc vn is an orthogonal set of non-zero vectors in an inner product space, then the set S is linearly independent. നമുക്ക് കാണിക്കേണ്ടത് എസ് എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കേണ്ടത്. അതായത് ഫോർ സ്കേലാർസ് k1 k2 എക്സെട്ര kn നമുക്ക് കാണിക്കേണ്ടത് k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kn vn ഈക്വൽ ടു 0 ആണെങ്കിൽ k1 ഈക്വൽ ടു k2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു kn ഈക്വൽ ടു 0 ഇങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുന്നു ഫോർ സ്കേലാർസ് k1 k2 എക്സെട്ര kn k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര പ്ലസ് kn vn ഈക്വൽ ടു 0. Then for each I equal to 1 2 etc n, inner product of k1 v1 plus k2 v2 plus etc plus kn vn comma vi equal to inner product in the definition വെച്ചിട്ട് നമുക്ക് എഴുതാം k1 into inner product
V1 Vi plus K2 into inner product V2 Vi plus etc. plus Kn into inner product Vn Vi. നമുക്ക് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റ് ആണ്. സിൻസ് എസ് ഇസ് ഓർത്തോഗണൽ, inner product Vj, Vi equal to 0 for all I not equal to j. അപ്പോ നമുക്ക് ബാക്കി വരിക 0 plus 0 plus etc plus Ki into inner product Vi plus 0 plus 0 etc plus 0 equal to Ki into inner product Vi. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി K1 V1 plus K2 V2 plus etc Vi equal to, ഈ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഈക്വൽ ടു 0 എന്നാണ് എടുത്തുള്ളത്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് 0, Vi, ഇന്നർ പ്രൊഡക്റ്റ് 0, Vi എന്ന് വരിക ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് ഫ്രം 1 and 2 Ki into inner product Vi, Vi ഈക്വൽ ടു 0 എന്ന് പറയാം. നമുക്ക് പിന്നെ തന്നിട്ടുണ്ട് Vi കളെല്ലാം നോൺ സീറോ വെക്ടേഴ്സ് ആണ്. അപ്പോ ഇന്നർ പ്രൊഡക്റ്റ് Vi 0 ആവില്ല. ദിസ് ഇംപ്ലൈസ് Ki equal to 0 for all I equal to 1, 2, etc. n. അപ്പൊ നമുക്ക് കാണിക്കേണ്ടതായി ഈ കോമ്പിനേഷൻ 0 എടുത്തു കഴിഞ്ഞാൽ ഓരോ Ki കളും 0 ആണ്. ദിസ് ഇംപ്ലൈസ് S is linearly independent. Hence the proof. ഇത്രയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.